ആ 3 പേരുടെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. ഈ പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ നോക്ക്. കിട്ടിയ ഇൻഫോം ചെയ്യ്. നിർത്തണം. അയാൾക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ ഉത്തരം പറഞ്ഞേ തീരൂ. ഇവൻ ഇവിടെ ഇരുന്ന് നമ്മളെല്ലാം ഓടിച്ചോണ്ടിരിക്കുക. ഇനി ഇവനോട് സംസാരിക്കണം. പറഞ്ഞില്ലേ, കൺട്രോൾ യുവർ ആങ്കർ. ഹലോ പ്രവീൺ, ആ ബൈക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തായി? സാർ, സ്റ്റിക്കറുള്ള പേരുമായി സാദൃശ്യമുള്ള 23 സർവീസ് സെന്ററിന്റെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. അതിൽ അവരുടെ എല്ലാ നമ്പറും മാച്ച് ചെയ്ത് നോക്കുകയാണ്. ഇത്തരം വിശദീകരണം എനിക്ക് വേണ്ട. 6 മണിക്കൂറായിപ്പോ. അടുത്ത അരമണിക്കൂർ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ഓക്കെ സാർ. പൂജയുടെ കാർ ലൊക്കേഷനിൽ ക്രോസ് ആയ കാർ ഡീറ്റെയിൽസ് എന്തേ? ആ സമയത്ത് 20 കാർ ക്രോസ് ചെയ്ത് കിട്ടും സാർ. അതിലെ 15 കാറിന്റെ ഓണേഴ്സിന്റെ ഫോൺ നമ്പർ, അഡ്രസ്, അവരുടെ വീട് ലൊക്കേഷൻ വരെ എല്ലാം സെർച്ച് ചെയ്ത് വെച്ചിരിക്കും സാർ. അതിലെ രജിസ്ട്രേഷൻ BMW കാർ മാത്രം മിസ്സിംഗ് ആണ് സാർ. ഇതുവരെ എന്തൊക്കെ ഗ്യാദർ ചെയ്തിട്ടുണ്ടോ അതൊക്കെ എനിക്ക് അയക്കേ. ഓക്കെ ഓക്കെ സാർ. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങളെക്കാളും അവനോട് തീരാത്ത പക എനിക്കുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആസ് എ പോലീസ് ഓഫീസർ എന്നെ കൊണ്ട് ഇമോഷണലായി ഒരിക്കലും ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. വിക്രം, പേടിക്കൊന്നും വേണ്ട. ഞാനൊന്നും ചെയ്യില്ല. നീ എഴുതുന്നെല്ലാം നടക്കുന്ന എല്ലാരെയും വിശ്വസിപ്പിച്ചിരിക്കല്ലേ? ഇപ്പൊ നീ എഴുതും, അത് നടക്കുകയും ചെയ്യും. ഇനി ആരെതിർത്താലും ശരി, കൊന്നിട്ട് പോയി കളയും ഞാൻ. ഇതെന്താ സ്റ്റേഷനിലെ പേടിപ്പിച്ചു വാങ്ങുന്ന കംപ്ലൈന്റ് ആണെന്ന് വിചാരിച്ചു? കഥയാണ് സാർ, ക്രിയേറ്റീവ് പ്രോസസ്. എഴുതാൻ തോന്നുമ്പോഴേ എഴുതാൻ പറ്റൂ. അങ്ങനെയാണോ? എത്ര നേരം വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. പക്ഷെ നീ എഴുതണം, അത് നടക്കുകയും വേണം.